വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലോ അത്തരം പ്രശ്നമാണെങ്കിൽ കർക്കശമായ നടപടിയായിരിക്കും, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വർഗീയ സംഘർഷങ്ങളില്ലാത്തത്. അതുകൊണ്ടാണ് മറ്റ് പലയിടത്തും ഇല്ലാത്ത സമാധാനം, ശാന്തി ഈ കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇത് നാം കാണേണ്ടതുണ്ട്. ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. വർഗീയതയെ ആരെല്ലാം സഹായിക്കുന്നോ അവരെല്ലാം അറിഞ്ഞും അറിയാതെയും ഈ നിലയെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്ക് കൂട്ടുചേരുകയാണ്. നമ്മുടെ കേരളം പഴയ കാലത്ത് വലിയ തോതിലുള്ള വേർതിരിവുകളുടെ നാടായിരുന്നു, ഭിന്നതകളുടെ നാടായിരുന്നു. ജാതീയമായ മതപരമായ ഒരുപാട് വേർതിരിവുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ കേരളത്തിൽ ഒരു പുതിയ സാഹചര്യം സൃഷ്ടിക്കുന്നതിനാണ് നവോത്ഥാന പ്രസ്ഥാനം തുടക്കം കുറിച്ചത്. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന ഒരിടം എന്ന നിലക്ക് കേരളത്തെ മാറ്റാനാണ് നവോത്ഥാന നായകർ ശ്രമിച്ചത്. അതിന് നല്ല ഫലമുണ്ടായി. അതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. അതിനിടയാക്കിയത് നവോത്ഥാനത്തിന് ശരിയായ തുടർച്ച ഇവിടെ ഉണ്ടായി എന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മളെക്കാളും നവോത്ഥാനം ശക്തിപ്പെട്ട ചിലയിടങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടങ്ങളിലെല്ലാം ജാതീയമായ വേർതിരിവും മറ്റും അതേപോലെ തന്നെ നിലനിൽക്കുന്നതാണ് നാം കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലുണ്ടായ പ്രത്യേകത നവോത്ഥാനത്തിന് ശരിയായ പിന്തുടർച്ചയുണ്ടായി എന്നതാണ്. അത് ദേശീയ പ്രസ്ഥാനം, കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ വലിയ തോതിൽ നവോത്ഥാന മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ജാതീയമായ ഉച്ചനീചത്വം അവസാനിപ്പിക്കാനാണ് ശ്രമമുണ്ടായതെങ്കിൽ സാമ്പത്തിക രംഗത്തുള്ള ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ, അതിൻ്റേതായ വലിയ മുന്നേറ്റങ്ങൾ കേരളത്തിലുണ്ടായി. അതിലൂടെയാണ് കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കത്തക്ക രീതിയിലുള്ള സാമൂഹ്യ അവസ്ഥയിലേക്ക് എത്തിയത്. അതിൻ്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ. ഒന്ന്, വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്നത് ഏറ്റവും പ്രധാനമായി കണ്ടു. 1957 കേരളത്തിലെ ആദ്യത്തെ സർക്കാർ EMS നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് 8ാം തരം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കി. തുടർന്ന് പിന്നീട് 1967 EMS നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത്. ആ സർക്കാർ 10ാം തരം വരെയുള്ള വിദ്യാഭ്യാസവും സൗജന്യമാക്കി. ഇതിൻ്റെ ഫലമായി സംഭവിച്ചത് പാവപ്പെട്ട കുട്ടികൾക്ക് ആ കുട്ടി ആഗ്രഹിക്കുന്നിടം വരെ പഠിച്ചുയരാനുള്ള അവസരം കേരളത്തിലൊരുക്കി എന്നതാണ്. ഇവിടെ വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും ഏറെക്കുറെ നടന്നെത്താവുന്ന ദൂരത്തിൽ സ്കൂളുകളുണ്ടായി, വിദ്യാലയങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായി ആർക്കും വിദ്യ അഭ്യസിപ്പിക്കാമെന്ന നില വന്നു. ഇതിൻ്റെ ഗുണഫലം നല്ലതുപോലെ കേരളത്തിൽ കാണാൻ നമുക്ക് കഴിയും. ഇന്നും വലിയൊരു വിഭാഗം നമ്മുടെ രാജ്യത്ത് അക്ഷരജ്ഞാനമില്ലാത്തവരാണ്, വിദ്യ അഭ്യസിക്കാത്തവരാണ്. നാം വർഷങ്ങൾക്ക് മുൻപ് തന്നെ സമ്പൂർണ്ണ സാക്ഷരത നേടി. അതിൻ്റെ ഭാഗം കേരളീയ സമൂഹത്തിലുണ്ടായ വലിയ മാറ്റം, മുന്നേറ്റം, അത് മറ്റ് സംസ്ഥാനങ്ങളുടെയെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലാണ്. ഇന്ന് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എല്ലാവരും അതീവ തൽപരരാണ്. ആരെയും വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ആർക്കും കഴിയില്ല. എന്നാൽ ഒരു കാലത്ത് ഭൂരിപക്ഷം വരുന്നവർക്ക് വിദ്യ അഭ്യസിക്കാൻ ഇവിടെ അവകാശമുണ്ടായിരുന്നില്ല. ആ അവസ്ഥ പൂർണ്ണമായി മാറി. മാത്രമല്ല, വലിയ തോതിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാത്ത ചില സമീപനങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. അതിലെല്ലാം വലിയ മാറ്റം വന്നു. ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന കുട്ടികളെ നോക്കിയാൽ എണ്ണം കൂടുതൽ പെൺകുട്ടികളാണ് എന്ന് കാണാൻ നമുക്ക് കഴിയും. എല്ലാ വിഭാഗവും നേരത്തെ സ്വീകരിച്ച എന്ത് നിലപാടുണ്ടായാലും എല്ലാവരും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ അതിയായ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറി. എങ്ങനെയാണ് ഈ മാറ്റം? അതാണ് നാം എപ്പോഴും മനസ്സിലോർക്കേണ്ട കാര്യം. അതിനിടയാക്കിയത് നമ്മുടെ മതനിരപേക്ഷതാ ബോധമാണ്.
നമ്മുടെ സമൂഹത്തിൻ്റെ മതനിരപേക്ഷത കരുത്താണ്. ഈ മതനിരപേക്ഷത നമ്മുടെ സമൂഹത്തിൻ്റെ ഒട്ടേറെ മേന്മകളായി മാറ്റാൻ ഇടയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കേരളത്തെ പലരും പല സംസ്ഥാനങ്ങളും ഒരു മോഡലായി കാണുന്നത്. പലതും ഇവിടുത്തെ മാതൃക അവരെ പഠിക്കാൻ തയ്യാറാകുന്നു. പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതീവ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ സമൂഹം നേരത്തെയുള്ള അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന് അത് കൂടുതൽ ഉയരത്തിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആധുനിക ലോകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനവും ആർജിക്കാനുള്ള സൗകര്യമാണ് നമ്മളിവിടെ സംസ്ഥാനത്ത് ഒരുക്കുന്നത്. എന്നാൽ ഇതെല്ലാം ഇല്ലാതാക്കി തിരിച്ചു കൊണ്ടുപോകാനുള്ള വലിയൊരു ശ്രമം ഉണ്ടാകുന്നു എന്നത് ഗൗരവമായി നാം കാണണം. അത് ആ ശക്തികൾക്ക് അതിനവസരം കിട്ടുക മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്നതിലൂടെയാണ്. എപ്പോൾ കേരളത്തിൻ്റെ മതനിരപേക്ഷതാ ബോധം ദുർബലപ്പെടുത്താൻ കഴിയുന്നോ അവിടെ ആരംഭിക്കുന്നോ നമ്മുടെ തിരിച്ചുപോക്ക്. ആ തിരിച്ചുപോക്ക് പഴയ അന്ധകാര യുഗത്തിലേക്കായിരിക്കും. എന്തെല്ലാം ദുർവൃത്തികൾ, അനാചാരങ്ങൾ ഇവിടെ നടമാടിയിരുന്നോ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ തിരിച്ചു നടത്തിക്കാനാണ് ഇടയാക്കുക. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ എത്തിയത് നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. എന്നാൽ പഴയ കാലത്ത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുമായിരുന്നില്ല. വസ്ത്രത്തിന് പ്രത്യേക രീതികളുണ്ടായിരുന്നു. ജാതീയതയുടെ ഭാഗമായി അടിച്ചേൽപ്പിച്ച രീതികൾ. ചിലർക്ക് മുട്ടുവരെയുള്ള ഉടുപ്പേ പറ്റൂ, മുട്ടിന് താഴെ മുണ്ടു പോകാൻ പാടില്ല, അർദ്ധനഗ്നതയോടെ നടക്കണം. ഇതെല്ലാം ജാതീയത അടിച്ചേൽപ്പിച്ച വ്യവസ്ഥകളായിരുന്നു. എന്തിനധികം പറയുന്നു, പണിയെടുത്താൽ കൂലി, അതിനും ജാതീയമായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇവിടെ അധസ്ഥർക്ക് കൊടുക്കുന്ന കൂലി നെല്ലാണ് ആ കാലത്ത് കൊടുക്കുക. നെല്ല് നെല്ലായിട്ട് കൊടുക്കില്ല, നെല്ലിൽ പതിരും കൂടി ചേർത്തേ കൊടുക്കൂ. ഇതായിരുന്നു അവസ്ഥ. വല്ലാത്തൊരു ദുർഘട കാലമായിരുന്നു. ശിക്ഷാരീതികളും അങ്ങനെയായിരുന്നു. മനുഷ്യൻ്റെ കണ്ണിൽ പെടാൻ അവകാശമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, അത് പെട്ടുപോയാൽ ശിക്ഷ അവർണന്, സവർണന് കുറ്റമില്ല. സവർണൻ അവർണനെ തല്ലിക്കൊന്നാൽ അതൊരു നാട്ടുനടപ്പ്, ശിക്ഷയില്ല. അവർണൻ സവർണ നേരെ ആക്രമിച്ചാലോ കൊലപ്പെടുത്തിയാലോ ഭയങ്കര മർദ്ദനവും കൊലയും, അതാണ് ശിക്ഷ. ഇത്തരത്തിലായിരുന്നു നമ്മുടെ നാട്. ജാതീയതയുടെ ഏറ്റവും കടുത്ത വ്യവസ്ഥകൾ. മതനിരപേക്ഷത ശക്തിപ്പെട്ടതോടെ നവോത്ഥാന പ്രസ്ഥാനത്തിന് തുടർച്ചയായി ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു പരിധിയോളം ഉപേക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കാൻ പാടില്ലാത്ത പലതും നടക്കുന്നത് നമ്മൾ കേൾക്കുന്നു. ഭക്ഷണം, ഒരാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാലോ. നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് എത്ര ഇടങ്ങളിൽ അവർക്ക് അവരുടേതായ ഭക്ഷണം കഴിക്കാൻ അവകാശമുണ്ട്. ഇവിടെ ആർക്കും അവർക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. പക്ഷേ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ അടുക്കളയിൽ കയറി ആളെ കൊന്നത് അവിടെ സൂക്ഷിച്ച ഭക്ഷണം പരിധി എടുത്തുകൊണ്ടായിരുന്നു. ഞാൻ കഴിക്കുന്ന ഭക്ഷണമേ നീയും കഴിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധമുള്ളവർ, എൻ്റെ വേഷഭൂഷാദികൾ മാത്രമേ നീയും അണിയാൻ പാടുള്ളൂ എന്ന് നിർബന്ധമുള്ളവർ, ആ നിലയിലേക്ക് നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും നടക്കുന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ വർഗീയതയാണ്. ആ വർഗീയതയെ ഗൗരവമായി കാണാൻ കഴിയണം. വർഗീയത നമ്മുടെ രാജ്യത്ത് പല രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പഴയ പലതും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു വ്യവസ്ഥയായി അംഗീകരിക്കപ്പെട്ടതാണ് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. എല്ലാവർക്കും അറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്ന്. അങ്ങനെ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാർ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി വ്യവസായ വകുപ്പ് മുഖേന ശ്രമം നടത്തി. 1,00,000 സംരംഭമായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ 3,00,000-ലധികം സംരംഭങ്ങളാണ് ഒരു വർഷം കൊണ്ടുണ്ടായത്. അത് ഞാൻ പറയുന്നത്, അതിൽ 1,00,000-ലധികം സംരംഭങ്ങൾ സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്നതാണ്. അതാണ് കേരളം. കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റം അതാണ്. പുതിയ സംരംഭങ്ങൾ സ്ത്രീകളുടേതായി വരുന്നു. എല്ലാ രംഗത്തും നല്ല അക്കാദമിക് യോഗ്യത നേടിയ, സാങ്കേതിക വൈദഗ്ധ്യം നേടിയ സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ വിഭാഗത്തെയും കാണാൻ കഴിയും. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും
അത്തരം വൈദഗ്ധ്യങ്ങൾ നേടുന്നു. നമ്മുടെ നാട്ടിലെ ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനി പൈലറ്റ് ആയതിനെക്കുറിച്ച് സമൂഹത്തിന് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. വിദേശത്ത് പഠിക്കുക എന്ന സ്വപ്നം സർക്കാർ ആവശ്യമായ സൗകര്യങ്ങൾ കൊടുത്ത് അനേകം വിദ്യാർത്ഥികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ അവിടെ പോയി പഠിക്കുകയാണ്. ഇതെല്ലാം സമൂഹത്തിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമാണ്. അതെല്ലാം നമുക്ക് സാധ്യമായത് നമ്മുടെ സമൂഹം വലിയ തോതിൽ മതനിരപേക്ഷത കരുത്തു നേടിയ സംസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ടാണ്, സമൂഹമാണ് എന്നുള്ളത് കൊണ്ടാണ്. മതനിരപേക്ഷതയുടെ കരുത്തിൻ്റെ പ്രത്യേകത എന്താണ്? വർഗീയതയോട് വിട്ടുവീഴ്ച കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പല രൂപത്തിൽ വർഗീയത തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. പഴയ മാരീജന്റെ വേഷത്തെ പറ്റി പറയാറില്ലേ? പല വേഷങ്ങൾ അവർ കെട്ടിയെന്ന് വരും. യഥാർത്ഥ ഉദ്ദേശം ഇരിപ്പുറപ്പിച്ചാൽ അവരാരംഭിക്കുകയും ചെയ്യും. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അത് നമ്മുടെ ആദരണീയനായ ഉപരാഷ്ട്രപതി, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പങ്കെടുത്ത പരിപാടിയായിരുന്നു. അദ്ദേഹം ആ പരിപാടിയിൽ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി. അത് നമ്മുടെ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദേവാലയം, ക്രിസ്ത്യൻ ദേവാലയം സന്ദർശിക്കാൻ പോയി. ക്രിസ്മസിൻ്റെ ഘട്ടം. അദ്ദേഹം വൈസ് പ്രസിഡന്റ് പറയാണ്, അദ്ദേഹം ഷൂ അഴിച്ചു വെച്ചാണ് വലിയ ആദരവോടുകൂടി അങ്ങോട്ട് കടന്നത്. മാത്രമല്ല, ബൈബിൾ അവിടുത്തെ പുരോഹിതർ നൽകുമ്പോൾ ഷൂ ഇല്ലാതെയാണ് അദ്ദേഹം അത് സ്വീകരിച്ചത്. ഇത് ക്രൈസ്തവ വിഭാഗത്തോട് കാണിക്കുന്ന ആദരവിൻ്റെ ഭാഗമാണ്. ഞാനപ്പോൾ ദീപിക എന്ന പത്രം അതിൻ്റെ തൊട്ട് മുൻപത്തെ ദിവസം എഴുതിയ ഒരു മുഖപ്രസംഗത്തെക്കുറിച്ചാണ് ആലോചിച്ചത്. ദീപിക ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഒരു മുഖപത്രമാണെന്ന് എല്ലാവർക്കും അറിയാലോ. കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ആ പത്രം വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ ഉദാഹരിച്ചുകൊണ്ടാണ് എഴുതിയത്. അവിടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ദേവാലയങ്ങളിൽ കയറി ആക്രമിക്കുന്നു, പുരോഹിതന്മാർ ആക്രമിക്കപ്പെടുന്നു, കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, പലരും കള്ളക്കേസിൽ പെടുന്നു. ഇതെല്ലാം ചെയ്യുന്നവർ ഇവിടെ ക്രിസ്മസിൻ്റെ ഘട്ടത്തിൽ കേക്കും കൊണ്ടുവന്നാൽ അത് മറ്റുള്ളതിനൊന്നും പരിഹാരമല്ല എന്ന് തുറന്നു പറയുന്നിടത്താണ് അവരെത്തിയത്. നമ്മുടെ രാജ്യത്ത് രണ്ടും നടക്കുകയാണ്. കേരളത്തിന് പുറത്ത് നടക്കാൻ പാടില്ലാത്ത പലതും നടക്കുന്നതായി നാം കാണുന്നു. കേരളത്തിൽ ക്രിസ്മസിൻ്റെ ഘട്ടത്തിൽ യഥാർത്ഥ രീതിയിൽ കേക്കുമായി നല്ല സൗഹൃദം പങ്കിടാൻ ആളുകൾ ചെല്ലുന്നു. അവിടെ ആക്രമണം നടത്തുന്നവരും അവരുടെ അതേ ഗണത്തിൽപ്പെട്ടവർ ഇവിടെ കേക്കും കൊണ്ട് ചെല്ലുന്നതും എന്താണ് രണ്ട് സമീപനം സ്വീകരിക്കാൻ കാരണമാകുന്നത്? കേരളത്തിലെ സമൂഹത്തിൻ്റെ മതനിരപേക്ഷതാ ബോധം, കേരളത്തിലെ സമൂഹത്തിനുള്ള മതനിരപേക്ഷതാ കരുത്ത്. ഇവിടെ മറ്റു രീതിയിൽ നടപടികൾ സ്വീകരിച്ചാൽ സമൂഹം അത് അംഗീകരിക്കില്ല എന്നവർക്കറിയാം. മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കഠിനമായ ആക്രമണങ്ങൾ ഉണ്ടായാലും സർക്കാർ ഏജൻസികൾ മൗനം പാലിക്കുകയാണ്. ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത്. വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലോ, അത്തരം പ്രശ്നമാണെങ്കിൽ കർക്കശമായ നടപടിയായിരിക്കും, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വർഗീയ സംഘർഷങ്ങളില്ലാത്തത്. അതുകൊണ്ടാണ് മറ്റ് പലയിടത്തും ഇല്ലാത്ത സമാധാനം, ശാന്തി ഈ കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇത് നാം കാണേണ്ടതുണ്ട്. ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. വർഗീയതയെ ആരെല്ലാം സഹായിക്കുന്നോ അവരെല്ലാം അറിഞ്ഞും അറിയാതെയും ഈ നിലയെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്ക് കൂട്ടുചേരുകയാണ്. അപ്പോൾ ആ ജാഗ്രതാബോധം നമുക്കുണ്ടാവണം. എല്ലാറ്റിനും നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ തനിമ നിലനിർത്തി പോകാനാവണം. എങ്കിലേ ഓരോ രംഗത്തും നേടിയത് നിലനിർത്താനും കൂടുതൽ നല്ല നിലയിലേക്ക് ഉയർന്നു പോകാനും കഴിയുകയുള്ളൂ. ആ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കണം. അവിടെ താൽക്കാലിക ലാഭം നോക്കരുത്. നാടിൻ്റെ ഭാവിയായിരിക്കണം ലക്ഷ്യമിടുന്നത്. നാടിൻ്റെ ഭാവിക്കും വരും തലമുറക്കും അപകടമുണ്ടാക്കുന്ന ഒരു നീക്കവും ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകരുത്. അതോടൊപ്പം തന്നെ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ
അത് തിരിച്ചറിയാൻ നമുക്കെല്ലാം കഴിയുകയും വേണം. നമ്മുടെ നാടിൻ്റെ ഈ സാഹചര്യം കേരളത്തിലെ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിലും പങ്കുവഹിച്ചിട്ടുണ്ട്. അതിൽ കുടുംബശ്രീ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിൽ യുവതികളെ കൂടി കുടുംബശ്രീയുടെ ഭാഗമാക്കാനും അവരിൽ സാമൂഹ്യ സാമ്പത്തിക സ്ത്രീ ശാക്തീകരണ വിഷയങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക സാമ്പത്തിക വികസനത്തിൻ്റെ നോഡൽ ഏജൻസികളായി കുടുംബശ്രീ യൂണിറ്റുകളെ കണക്കാക്കുന്നത്. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. തദ്ദേശ സംഭരണ വകുപ്പ് മന്ത്രി അധ്യക്ഷ പ്രസംഗം മാറ്റിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും. ഇവിടെ അത്യാധുനിക ഗതാഗത സംവിധാനങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമമാണ് നാം നടത്തുന്നത്. അതോടുകൂടി വിപണി വലിയ തോതിൽ വിപുലീകരിക്കപ്പെടും. അങ്ങനെ സംരംഭകർക്ക് കൂടുതൽ വിപണി അവസരങ്ങൾ ലഭ്യമാകും. ഈ തരത്തിൽ വൻകിട ചെറുകിട വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുപോലെ മുന്നേറുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ നാം വിഭാവന ചെയ്ത തരത്തിലുള്ള ഒരു നവകേരളം കെട്ടിപ്പടുക്കാനാവൂ. ആ നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരുടെയും സർവാത്മന ഉള്ള പിന്തുണ ഉണ്ടാവണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ സരസ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.